ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം. പരമപരിശുദ്ധനും പവിത്രനും ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും ജീവനുള്ളവനും വിളിച്ചാൽ വിളി കേൾക്കുന്നവനുമായ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നാഥനുമായ നിത്യരാജാവായ സൃഷ്ടാവായ അത്യുന്നതനായ പരമപരിശുദ്ധനായ ദൈവമേ, ഇപ്രകാരം ഈ സായാഹ്നത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ പാദത്തിൽ വന്നണയുവാൻ, അങ്ങിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ഉയർത്തുവാൻ ഞങ്ങൾക്കായി നൽകി തന്നിരിക്കുന്ന ഈ സാവകാശത്തിനായി ഞങ്ങളുടെ വചനത്തിൻ്റെ ചുവട്ടിൽ ആ തണലിൽ ഞങ്ങൾക്ക് ഇരിപ്പാൻ ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കായി ദൈവമേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭൂമുഖത്ത് മറ്റു പലർക്കും ലഭിക്കാത്ത സൗഭാഗ്യവും കൃപയുമാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾക്കായി അങ്ങ് ദാനമായി നൽകി തന്നിരിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തോട് അങ്ങ് വചനത്തിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് വേണ്ട ആലോചനകളും ശാസനകളും ഗുണീകരണങ്ങളും ഉപദേശങ്ങളും എല്ലാവിധത്തിലും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യത്തെ ഒരിക്കലും അറിയില്ല. എല്ലാം അറിയുന്ന അങ്ങ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തക്ക സമയത്തായി നൽകുന്ന ദൈവമാണ്. ഇന്നത്തെ ദിവസവും ഞങ്ങളോടുള്ള അങ്ങയുടെ ആലോചന, ദൈവവചനത്തിലൂടെയുള്ള അങ്ങയുടെ ശാസന, അങ്ങയുടെ ജ്ഞാനം ഞങ്ങളിലേക്ക് പകരുവാൻ അങ്ങ് ആഗ്രഹിച്ച് ഞങ്ങളെ കൂട്ടിവരുത്തിയിരിക്കുമ്പോൾ ഇന്ന് പലയിടത്തിരുന്ന് ഞങ്ങളോടൊപ്പം ഈ സമയത്ത് ഈ പഠനത്തിലായിരിക്കുന്ന എല്ലാവരെയും ഒരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ പരമേൽപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ഹിതം നിറവേറണം, അങ്ങയുടെ നാമം ഇതിലൂടെ മഹത്വമെടുക്കണം. കേൾക്കുന്ന ഓരോരുത്തർക്കും കേൾക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിവ്, എന്തിനാണ് ദൈവം എന്നോടിത് സംസാരിക്കുന്നത്, പറയുന്നത്, വെളിപ്പെടുത്തുന്നത് എന്ന തിരിച്ചറിവും ബോധമുള്ളവരായി അതനുസരിച്ച് ഞങ്ങളുടെ രൂപാന്തരവും പരിവർത്തനവും മാറ്റവും വരുവാൻ ഞങ്ങൾ വിധേയപ്പെടുന്നവരായി, സമർപ്പണമുള്ള എളിമയുള്ളവരായി തീരുവാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഏൽപ്പിക്കുന്ന വന്നവരും വരാനിരിക്കുന്നവരും പലയിടത്തായി ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കുചേർന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹായിക്കണം. സകലത്തിലൊക്കെ മഹത്വമെടുക്കണം. മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും അങ്ങേക്കുണ്ടായിരിക്കട്ടെ. കുറവുകളെല്ലാം പുറക്കണം, ക്ഷമിക്കണം. ക്രിസ്തുയേശു മുഖാന്തരം അങ്ങയുടെ പുത്രനും ലോകരക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ്യ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ ലേഖനത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ഇന്ന് ആ ലേഖനത്തിലേക്കുള്ള ആമുഖ പഠനത്തിൻ്റെ അവസാന പഠനമായിരിക്കും. അടുത്ത ആഴ്ച മുതൽ നമ്മൾ നേരിട്ട് ആ പുസ്തകത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കൊലോസ്യ സഭ, ഈ കൊലോസ് സഭ അഥവാ കൊലോസ്യ ഇടവക നേരിട്ടതായ ചില അവസ്ഥകളെ കുറിച്ചുള്ള ബോധ്യം ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ട് ഈ ലേഖനം എഴുതപ്പെട്ടു നമുക്ക് ബോധ്യം വേണം. എന്തുകൊണ്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കേണ്ടതുപോലെ എപ്പഫ്രാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ അധ്വാനിച്ചത്. അദ്ദേഹം വളരെ കഠിനമായി അധ്വാനിച്ചിട്ടും ഈ ഇടവക ചില അവസ്ഥകൾ നേരിടേണ്ടി വന്നു. അത് ചുറ്റുമുള്ള സ്വാധീനങ്ങൾ ശക്തമായിരുന്നു. ഇപ്പൊ ഈ ഇടവക നേരിട്ട സ്വാധീനം വളരെ ശക്തമാണ്. നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആയിരിക്കുന്ന കൂട്ടായ്മയിലും പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമ്മുടെ ചുറ്റും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഇവിടെ നാം ഓരോരുത്തരും ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രത്തോളം ഏകാഗ്രതയുള്ളവരാണ്, വിശ്വസ്തതയുള്ളവരാണ് എന്ന് അതിലൂടെ പരീക്ഷിക്കപ്പെടും. ഇവിടെ കൊലോസ്യ സഭയും ഇത്രമാത്രം പലവിധത്തിലുള്ള സ്വാധീനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടു. നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. ഈ പട്ടണത്തിൽ യഹൂദന്മാരും പുറജാതികളുമുള്ള പട്ടണമാണ്. രണ്ട് വിഭാഗത്തിൽ നിന്നും സുവിശേഷമനുസരിച്ച് സ്നാനമേറ്റവർ ഈ ഇടവകയിലുണ്ട്, യഹൂദന്മാരും പുറജാതികളും. ഇപ്പൊ രണ്ട് ഭാഗത്ത് നിന്നുമുള്ള, രണ്ട് കൂട്ടത്തിൽ നിന്നുമുള്ള അവരുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും ചിന്താഗതികളും ആശയങ്ങളും എല്ലാം ഇവിടേക്ക് തള്ളിക്കലാൻ തീർച്ചയായിട്ടും ശ്രമിക്കും. അവിടെ ഇടയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇടവകയിലുള്ളത്. ആദ്യം നമുക്ക് പുറജാതികളുടെ സ്വാധീനത്തെ കുറിച്ച് ചുരുക്കമായി നോക്കിയാൽ പല ഇതിലൊക്കെ പറഞ്ഞതായിരിക്കും. പുറജാതികൾ അനവധി ദേവന്മാരെയും ദേവതകളെയും ആരാധിക്കുന്നവരാണ്. ജാതികളുടെ സംസ്കാരമാണ്. അവരാരാധിക്കുന്ന ചില ദേവതകളുടെയും ദേവന്മാരുടെ പേര് പറഞ്ഞാൽ ഈസിസ്, സെറാപ്പിസ്, ഹീലിയോസ്, ഡെമറ്റർ,
അർത്തമീസ് തുടങ്ങിയ ദേവന്മാരും ദേവതകളും പുറജാതികളുടെ ലോകത്തിൽ യവനത് ലോകത്തില് അവർ ആരാധിക്കുന്ന ദേവന്മാരാണ്. കൊലോസ്യ പട്ടണത്തിൽ ഇത് റോമൻ ഭരണ സമയത്ത് ഇപ്രകാരമുള്ള ദേവന്മാരെ ദേവതകളെയും ആരാധിച്ചിരുന്നു. ഇപ്പൊ ഇവരുടെ സ്വാധീനം, ഈ ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, വലിയ ഉത്സവങ്ങൾക്ക് സമാനമായുള്ള പല കാര്യങ്ങളുടെ ചുറ്റും നടക്കുമ്പോൾ ഈ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊന്നുമില്ല. ഒരു തീർച്ചയായിട്ടും ഈ കൊടിതോരണങ്ങളും വാദ്യതോരണങ്ങളും വെടിക്കെട്ടും ഘോഷയാത്രയും എല്ലാം കാണുമ്പോൾ ഈ വിശ്വാസികൾ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന വിശ്വാസികൾ അറിയാതെ സ്വാധീനിക്കപ്പെടും. ആദ്യം പെരുന്നാൾ കാണാൻ പോകും, എന്നിട്ട് പെരുന്നാളിൽ സൗജന്യം വിതരണം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, എന്നിട്ട് പതുക്കെ അവരുടെ പെരുന്നാളിന്റെ അകത്തേക്ക് കയറും. ഇങ്ങനെയാണ് സ്വാധീനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ കൊലോസയിലെ പല വിശ്വാസികളെയും അവർ ഉപേക്ഷിച്ച വിഗ്രഹാരാധന ശക്തമായി ആകർഷിച്ചുകൊണ്ടിരുന്നു. ഒരു കാര്യം നമ്മൾക്ക് അതിലൂടെ കാണാൻ പറ്റും. നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ഉപേക്ഷിച്ചത് അവിടെ പോകില്ല, ആ വാതിൽക്കൽ തന്നെ കിടക്കും. അത് ഏതെങ്കിലും ഒരു സന്ദർഭം നോക്കി തിരിച്ചു വരും. ചില ബന്ധങ്ങളും അങ്ങനെയാണ്. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും അത് കാത്തു കിടക്കും. എപ്പോഴെങ്കിലും നാം അവരിലേക്ക് തിരിയും എന്ന പ്രതീക്ഷയോടെ. ഇതിവിടെയുമുണ്ട്, ഇത് ആത്മീയഗോളത്തിൽ വാസ്തവമാണ്. പുറജാതികളുടെ അസംഘടിത മതവ്യവസ്ഥ അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇടവകയുടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞത്. 21 വാക്യം പറഞ്ഞു, അതിന്റെ അവസാന വാക്യത്തിൽ, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായ വിശ്വാസത്തെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു പ്രതീക്ഷയും വെക്കണ്ട, അവസാനത്തോടെ പിടിച്ചു നിൽക്കണം. ചിലപ്പോൾ അവസാന സന്ദർഭങ്ങളിലായിരിക്കും ദൈവം അനുഗ്രഹം ചൊരിയാൻ പോകുന്നത്. അന്നേരം നമ്മൾ അയ്യോ ഞാൻ സഭയെ വിട്ടുപോകാതിരുന്നത് എത്ര നന്നായി, ഇത്ര വലിയ അനുഗ്രഹത്തിലേക്ക് ദൈവം എന്നെ നയിച്ചല്ലോ. സഭ വിട്ടുപോയിരുന്നെങ്കിൽ, സത്യം വിട്ടുപോയിരുന്നെങ്കിൽ ഇതെനിക്ക് ലഭിക്കുമായിരുന്നില്ല. ഇവിടെ അവസാനത്തോളം പിടിച്ചു നിൽക്കണമെന്ന് ഇവരോടും പറഞ്ഞത് അതുകൊണ്ടാണ്. 2-6 വാക്യം, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പീൻ. ഇപ്പൊ ചുറ്റും ഇങ്ങനെ ആകർഷണങ്ങൾ ഉണ്ടാകും, നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടായ്മ നടപ്പീൻ. 2 വാക്യം. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇവരോട് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ള പെരുന്നാളുകളും ആഘോഷങ്ങളും വെടിക്കെട്ടുകളും പടക്കവും ഇങ്ങനെയുള്ള വസ്ത്രങ്ങളും ഇങ്ങനെയുള്ള ഘോഷയാത്രകളും മറ്റും കാണുമ്പോൾ ഇത് ഭൂമിയിലുള്ള കാര്യമാണ്. ഇതിനാൽ നിങ്ങൾ ആകർഷിക്കപ്പെടരുത്. ഒരു വിശ്വാസി ഉയരത്തിൽ നിന്ന് ആകർഷിക്കപ്പെടണം. അതുകൊണ്ട് പൗലോസ് അങ്ങനെ പറഞ്ഞു. മറ്റൊന്ന് നമുക്കറിയാം, ലോകവും ജഡവും അവരെ സ്വാധീനിച്ച മറ്റു മേഖലകളാണ്. കൂടാതെ ശത്രു അവിടെ ഇടയിലേക്ക് പല രൂപത്തിലും ദുരുപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഈ ദുരുപദേശത്തെ സ്വാധീനിക്കുവാനായിട്ടാണ് പൗലോസ് വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്ന ജോലി വളരെ വ്യക്തമായി ലേഖനത്തിൽ ചെയ്യുന്നത്. 1400ഓളം മൈലുകൾക്കപ്പുറമുള്ള പൗലോസിനെ കാണാൻ എപ്പഫ്രാസ് കടന്നു ചെന്നു. എപ്പഫ്രാസ് കടന്നു ചെന്ന് പൗലോസിനോട് ഉപദേശം നേടുകയാണ്, കാര്യങ്ങൾ അറിയിക്കുകയാണ്. പൗലോസ് കൃത്യമായിട്ട് അവിടെ നടുവിലുള്ള ദുരുപദേശങ്ങളെ എങ്ങനെ എതിർക്കണമെന്ന് വ്യക്തമായി അവിടെ പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഇതിലൊക്കെ പഠിച്ചു ജ്ഞാനത്തിന്റെ മാർഗം, നോസ്റ്റിസിസം, അതിനോട് സമാനമായുള്ള യഹൂദ മതത്തിലെ എസൻസ് എന്ന വിഭാഗത്തിന്റെ പഠനം. ഇത് രണ്ടും ഏകദേശം തുല്യമായിട്ട് തോന്നാം. ജ്ഞാനമാർഗം, നോസ്റ്റിസിസം, പ്രത്യേക ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രമേ ദൈവത്തോട് ബന്ധം സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ജ്ഞാനമാർഗം. കൂടാതെ യഹൂദമതത്തിലെ എസൻസ് എന്ന് പറയുന്ന എല്ലാത്തിൽ നിന്ന് വേർപെട്ട് ഒറ്റതിരിഞ്ഞ് ഇങ്ങനെ വനാന്തരങ്ങളിൽ മറ്റ് ജീവിക്കുന്ന പ്രത്യേക സന്യാസ ജീവിത ശൈലി പിന്തുടരുന്ന എസൻസിന്റെ സ്വഭാവം, അതും ഈ പട്ടണത്തെ സ്വാധീനിച്ചു. പ്രധാനമായിട്ടും 2 മേഖലകളാണ് കൊലോസിയിലെ പ്രശ്നം. ഒന്ന് യവന തത്വചിന്തകൾ, 2 യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ. ഒന്ന് യവന തത്വചിന്തകൾ, ഗ്രീക്ക് ഫിലോസഫി. 2 ജൂയിഷ് സെറമോണിയലിസം, യഹൂദാചാര അനുഷ്ഠാനങ്ങൾ. ഇപ്പൊ കൊലോസയിൽ ഇവർ നേരിട്ട പ്രശ്നം കൃത്യമായി വിരൽ തൊട്ട് ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പുസ്തകം പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഇടവക നേരിട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ 2 മേഖലകൾ ഒന്നുകൂടെ അടുത്ത് നോക്കാം. ഒന്ന് യവന തത്വചിന്ത. പൗലോസ് പറഞ്ഞ കപട തത്വചിന്ത എന്നാണ്. യവന ജനത പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നവരാണ്, പ്രസംഗം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. തത്വജ്ഞാന മേഖലയിലെ ലോക സംസ്കാരവും അറിവും കൂട്ടിക്കലർത്തിയ വ്യവസ്ഥകൾ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രസംഗമൊക്കെ വലിയ ഇഷ്ടമുള്ളവരാണ് യവന ജാതി. വളരെയധികം യവനമായിട്ടുള്ള തത്വചിന്തകൾ പ്രചരിക്കുന്ന തത്വശാസ്ത്രത്തിന്റെ ലോകമാണ്. അവർക്ക് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്.
അവർ വിചാരിച്ചു ഈ സുവിശേഷം നിസ്സാരമാണ്. പൗലോസ് പറയുന്ന സുവിശേഷം ലളിതമാണ്. ഇവിടെ വലിയ വലിയ തത്വചിന്തകൾ ഇങ്ങനെ വാഗ്ധോരണിയായി പ്രസംഗിക്കപ്പെടുന്ന ആ കാലഘട്ടത്തില് ഈ സുവിശേഷം എത്ര ലളിതം, എത്ര നിസ്സാരം. പൗലോസിന്റെ വാക്കുകൾ നമ്മൾ ഇവിടെ കേൾക്കേണ്ടതാണ്, വായിച്ചിട്ടുള്ളതാകാം. 1 കൊരിന്ത്യർ 1:22-21 വാക്യങ്ങൾ. ഇന്ന് നമ്മൾ വചനവുമായി അടുക്കൽ ചെല്ലുമ്പോൾ അവരിന്ന് കളിയാക്കും. അവര് ശാസ്ത്ര ലോകത്തിലെ വൈവിധ്യം നേടിയ പുതിയ പുതിയ തർക്കസൂത്രങ്ങളിലും തർക്കശാസ്ത്രങ്ങളിലും താല്പര്യമുള്ള ജനങ്ങളാണെങ്കിൽ, ഭവനങ്ങളാണെങ്കിൽ, വ്യക്തികളാണെങ്കിൽ അവർ ലളിതമായ സുവിശേഷത്തെ കുറിച്ച് അവരോട് പറയുമ്പോൾ രക്ഷകനായ കർത്താവ് യേശു ക്രൂശിൽ മരിച്ചു, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റുന്ന സത്യം അവരോട് പറയുമ്പോൾ അവർ പുച്ഛിച്ചതാണ്. ഇവിടെ അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുന്ന വലിയ പഠനം നടത്തിയവരാണ്, വലിയ പണ്ഡിതന്മാരാണ്. പേരിന്റെ പുറകെ വാല് പോലെയുള്ള അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ജ്ഞാനം നേടിയവരാണെന്ന് വീപ്പിളക്കുന്ന അവരെ സംബന്ധിച്ച് വചനം ലളിതമായി അവർക്ക് തോന്നും. ദൈവം തെരഞ്ഞെടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന് കൃപ ലഭിച്ചവരാണെങ്കിൽ ശബ്ദം കേൾക്കും. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 1:22-23 പറഞ്ഞത്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നത്. രണ്ട് അവരുടെ സ്വഭാവമാണ്. ഒരു കൂട്ടർക്ക് അടയാളം കണ്ടാൽ വിശ്വസിക്കും, വേറെ കൂട്ടർക്ക് ഞങ്ങളെ രസിപ്പിക്കുന്ന ജ്ഞാനം നിറഞ്ഞ പ്രസംഗമുണ്ടെങ്കിൽ ഞങ്ങൾ വരാം. ഇത് രണ്ടും അവരന്വേഷിക്കുന്നു. നമ്മൾ എന്താണ് അന്വേഷിക്കുന്നത്? ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് അന്വേഷിക്കണം. അത് ആവശ്യമാണ്. നമുക്ക് അന്വേഷിക്കുന്നതേ കിട്ടും. നാം ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ കിട്ടും. പക്ഷെ അന്വേഷിക്കാൻ ഒരു യോഗ്യത വേണം. പൗലോസ് പറഞ്ഞു, ഞങ്ങളോ, ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മനുഷ്യരായി കടന്നു വന്ന കാൽവറി ക്രൂശിൽ മരിച്ച ഒരു വ്യക്തിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതായത് ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർപ്പ്. ഈ പ്രസംഗം അവർക്ക് എന്താണ്? യഹൂദന്മാർക്ക് ഇടർച്ച. അവിടെ യഹൂദന്മാർ ചോദിക്കുന്ന അടയാളമാണ്. അവർക്ക് യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം ഇടർച്ചയാണ്. യവനന്മാരാണെങ്കിൽ ജ്ഞാനം തേടുന്നവർ, അവർക്ക് ഇത് ഭോഷത്വമാണ്. അതേസമയത്ത് പൗലോസിലൂടെ ദൈവാത്മാവ് പറഞ്ഞു, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ഇതേ വിഷയം തന്നെ, ദൈവശക്തിയും ദൈവജ്ഞാനവും. ദൈവത്തിന്റെ കൃപ ലഭിച്ചവരെ കാണേണ്ടത് കാണും. ബാക്കിയുള്ളവർ ഒന്നും കാണില്ല. പിന്നെ അവർ നോക്കുന്നില്ല, അവർ അന്വേഷിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇതാ സുവിശേഷം നിസാരമാണ്, ലളിതമാണ്. യേശു പോരാ, യേശു മതിയാകില്ല, യേശു അപര്യാപ്തം. അതുകൊണ്ട് ജ്യോതിഷത്തിലേക്ക് പോകാം, കൺമഷിയിട്ട് നോക്കാം, വെളിച്ചപ്പാടത്തിന്റെ അടുക്കൽ പോകാം, തത്തമ്മയെ കൊണ്ട് കാടെടുപ്പിക്കാം, നക്ഷത്രമെല്ലാം പത്രത്തിൽ നോക്കാം. ഇതൊക്കെയാണ് ചിലരുടെ നോട്ടം. യേശു പോരാ, യേശു അപര്യാപ്തം. രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം പോരാ, പ്ലസ് നോളേജ്, ക്രൈസ്റ്റ് പ്ലസ് നോളേജ്. ഇതാണ് കൊലോസിലെ ഒരു പ്രശ്നം. എന്നിട്ട് അവരുടെ ഉന്നതമായ ജ്ഞാനലക്ഷണമായിട്ട് അവർ പറഞ്ഞു, ചിലര് ഞങ്ങൾക്ക് ദർശനങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ ഉന്നതമായ ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ദർശനങ്ങൾ തേടുന്നവരാണ്, ദർശനങ്ങൾ ലഭിക്കുന്നുമുണ്ട്. തേടിയാൽ കിട്ടും. കർത്താവിനെ വിട്ടിട്ട് ക്രിസ്തുവിൻ്റെതല്ലാതെ മാർഗങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ സാത്താൻ കൃത്യമായിട്ട് അത് വിതരണം ചെയ്യും. നമ്മുടെ വിചാരം അത് ദൈവത്തെ തന്നതാണെന്നാണ്. ഒരിക്കലുമല്ല. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് അതിനുള്ള മറുപടി പറയും. പൗലോസ് അതിന് പറഞ്ഞ മറുപടി ഇതാണ്: താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കലിൽ രസിച്ച്. അവർക്ക് രസം ഇതാണ്. നമ്മുടെ രസം, നമ്മുടെ താല്പര്യം എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത്, ചിന്തിക്കുന്നത്, അന്വേഷിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളെ കണ്ടെത്താൻ സഹായിക്കും. നമ്മൾ എന്തിനാണ് രസിക്കുന്നത്? കൊലോസ് 2:18 ദൂതന്മാരെ ആരാധിക്കലിൽ രസിച്ച്. അങ്ങനെ രസിക്കുമ്പോൾ സ്വന്തം ദർശനം, വേറെ ആരും കൊടുത്തതല്ല, സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കും. അവർ തന്നെ പല ദർശനങ്ങൾ രാത്രി കാണും. അവിടെ അവർ തേടുകയാണ്. ഇത് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യരാണ് ഇത് തേടുന്നത്. ദൈവത്തിലുള്ള മനുഷ്യർ ഇത് തേടേണ്ട കാര്യമില്ല. ദർശനങ്ങളുടെ കാലമല്ല പുതിയ കാലം. ദർശനങ്ങൾ തേടിയാൽ സാത്താൻ ദർശനങ്ങൾ തരും. അത് ദൈവം തരുന്നതല്ല. സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്, ജഡീക ചിന്താഗതിയുടെ ഫലമാണിത്, ജഡമനസ്സിന് വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാവുന്ന, തലയാകുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ ചെയ്യുന്നവൻ കാല് വേച്ച് സഞ്ചരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കൊലോസ് 2:18 മറുപടിയായി. അപ്പൊ ഈ ദർശനങ്ങൾ ദൈവിക മർമ്മങ്ങളിലേക്കുള്ള ആഴമായ ഉൾക്കാഴ്ച നൽകി തരുന്നു എന്ന് ചിന്തിച്ചു. ഈ ദർശനങ്ങളിലൂടെ നമുക്ക് ദൈവികമായ, ദൈവത്തിൽ നല്ല ഈ ദർശനം സ്വന്തത്തിൽ നിന്ന് അഥവാ പിശാചിൽ നിന്ന്. പക്ഷെ അവർ വീമ്പിളക്ക് ഞായറാഴ്ച എന്ന് സാക്ഷ്യം പറയും. ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവിടെ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ദർശനമുണ്ടായി. പിശാച് കൊടുത്തതാണ്.
അത് കൈയടിക്കാൻ ആൾക്കാർ കാണും, ഹല്ലേലൂയ പറയാൻ ആൾക്കാർ കാണും. അങ്ങനെ എല്ലാം ഒരു കൂട്ടമാണ്. ഇവിടെ ഇവര് അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ആഴമായ ദൈവിക മർമ്മങ്ങളുടെ ഉൾക്കാഴ്ചയാണ് ദർശനങ്ങളിലൂടെ കിട്ടിയത് എന്ന്. അതുകൊണ്ടാണ് പൗലോസ് 18-ാം വാക്യത്തിന്റെ അവസാനം പറഞ്ഞത്, ഇത് ജഡമനസ്സ് ചീർത്തതിന്റെ ഫലമാണ്, തലയെ മുറുക്കെ പിടിക്കാത്തതിന്റെ ഫലമാണ്, ക്രിസ്തുവുമായി ബന്ധമുള്ള ഇല്ലാത്തതിന്റെ ഫലമാണ്. ഇതിന്റെ ഔന്നിത്യരൂപമാണ് ജ്ഞാനമതം എന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഈ കപട തത്വചിന്തയിൽ സംഭവിച്ച മറ്റൊരു കാര്യം, ജ്ഞാനവാദത്തിന്റെ സ്വാധീനത്താൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ നിരസിച്ചു. ദൈവത്തിന് മനുഷ്യരായി കടന്നു വരാൻ പറ്റില്ല. ദൈവം നിർമ്മലാത്മാവാണ്, പവിത്രമാണ്. ദൈവം ഒരിക്കലും ജഡത്തിലേക്ക് വരാൻ സാധിക്കില്ല. അതിന് മറുപടി പൗലോസ് പറയും 1-22 വാക്യം. ദൈവത്തിന് ജഡത്തിൽ വരാൻ സാധിക്കില്ല എന്ന ചിന്താഗതികളുടെ മറുപടിയായി 1:22 ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്തിൽ നിരപ്പിച്ചു. ജഡശരീരത്തിലാണ് കർത്താവ്. ദൈവത്തിന് ജഡശരീരത്തിൽ കടന്നു വരാൻ കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൽ ഒരുവനായി കടന്നു വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ദൈവത്തെ അറിയാത്തതുകൊണ്ടാണ്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം. ആ ദൈവത്തിന് മനുഷ്യൽ ഒരാളായിട്ട് വരാൻ പഴയ കാലത്ത് അബ്രഹാമിന് മറ്റുള്ളവർക്ക് ദൈവം പല രൂപത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ദൈവം മനുഷ്യരായി വന്നു. മാത്രമല്ല, ഇവർ യേശുവിന്റെ ദൈവിക പ്രകൃതിയും തള്ളിക്കളഞ്ഞു. മനുഷ്യാവതാരം മാത്രമല്ല, യേശു ദൈവമാണെന്നുള്ളത് ഒരു തള്ളിക്കളഞ്ഞു. അപ്പോൾ യേശു ദൈവമാകാൻ പറ്റില്ല. കാരണം ദൈവം താഴേക്ക് വരണമെങ്കിൽ തന്റെ ദൈവികത്തിൽ പല കുറവുകൾ ഉണ്ടാകണം. 14,000 അവതാരങ്ങളിലൂടെ കുറഞ്ഞു വന്നാൽ മാത്രമേ ഭൂമിയെ തൊടാൻ പറ്റൂ. ദുഷ്ടപദാർത്ഥത്തെ തൊടാൻ പറ്റും, ജഡത്തെ തൊടാൻ പറ്റും. ജഡം ദുഷ്ടമാണ്, തിന്മയാണ്. അതിലേക്ക് വരണമെങ്കിൽ ദൈവം ദൈവിക പ്രകൃതി കുറച്ച് കൊണ്ടുവരണം. ജ്ഞാനവാദത്തിന്റെ സ്വാധീനം. അതുകൊണ്ടാണ് 2:9 പറഞ്ഞത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. കൂടാതെ അവർ നിഷേധിച്ചു, ക്രിസ്തു പര്യാപ്തമല്ല രക്ഷയ്ക്ക് ക്രിസ്തു മാത്രം പോരാ എന്നവർ പറഞ്ഞു. പൗലോസ് ഈ ദുരുപദേശത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് 1:28 നമ്മൾ കേട്ടിട്ടുണ്ട്. പൗലോസോട് പറഞ്ഞു, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് നിങ്ങൾ ക്രിസ്തു മാത്രം മതി. ക്രിസ്തുവിൽ നിങ്ങൾ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും ഉപദേശിക്കുകയും അതിനായി ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി വിത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് 1:20. 2:3 പറഞ്ഞ എന്താണ് വിഷയം? ക്രിസ്തു പോരാ, രക്ഷയ്ക്ക് ക്രിസ്തു പോരാ. ക്രിസ്തു പ്ലസ് ജ്ഞാനവാദം, അല്ലെങ്കിൽ ദർശനം, അല്ലെങ്കിൽ തത്വചിന്ത, അല്ലെങ്കിൽ മറ്റു പലതും. പൗലോസ് പറയുന്നു, അവനിൽ 2:3 അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമാണ്. നിങ്ങൾ അറിയേണ്ടത് യേശുവിനെയാണ് അറിയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിനെ അറിയും. പക്ഷെ യേശു മാത്രം പോരാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മറ്റു പലരും നിങ്ങളുടെ വീട്ടിൽ വരും ദുരുപദേശവുമായി. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള അനുസരിച്ച് സാത്താൻ വഴി തുറന്നു തരും. നമുക്ക് യേശു മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവർ അപ്രകാരം മാത്രം ജീവിതത്തെ ക്രമീകരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് 3-ാമത്തെ വാക്യം, അവനിൽ യേശുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. അപ്പൊ വേരൊന്ന് താഴേക്ക് വിടണം. അത് പ്രാർത്ഥന, വചനപഠനം. കർത്താവ് യേശുവിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവന്റെ കൂട്ടായ്മയിലേക്ക്, അവനെ കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ നടക്കണം. അവനിൽ വേരൂന്നി ആ ജ്ഞാനമായി ഗുപ്തമായിരിക്കുന്ന ജ്ഞാനവും പരിജ്ഞാനത്തെ നിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം. അതൊരു ജീവിതമാണ്, ജീവിതചര്യയാണ്. ഒരു ക്ലാസ്സിൽ പങ്കെടുത്താലൊന്നും കിട്ടില്ല. ജീവിതം അതനുസരിച്ച് ക്രമീകരിക്കണം. അല്ലെങ്കിൽ വെറുതെ ഒരു ജീവിതം പാഴായി പോകും. അവസരമുണ്ടായിട്ട് കർത്താവിന്റെ സഭയിലായിട്ട് പോലും യേശുവിനെ അറിയാത്തവരായി പോകും. സംഭവിക്കരുത്. 2-9-10 അവനിലല്ലോ സർവസമ്പൂർണ്ണ ദേഹരൂപം വസിക്കുന്നു പറഞ്ഞിട്ട് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. അത് വെറുതെ കിട്ടില്ല. വചനവായനയും പ്രാർത്ഥനയും കൂട്ടായ്മയും വിശുദ്ധ ജീവിതത്തോട് താല്പര്യമില്ലാത്തവരില് ഒരിക്കലും ഈ അനുഗ്രഹം കിട്ടില്ല. ആ തലയായി അവരോട് ചേർന്ന് നിൽക്കുന്ന ശരീരമായിരിക്കണം. അപ്പോൾ ഇതാണ് തത്വചിന്തകളുടെ സൂചന. 2-ാമത് യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ. യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾ മറ്റൊരു ഭാഗത്ത് അവരെ ആക്രമിച്ചു. അവരുടെ രീതി എന്താണ്? അവരിതാ പഠിപ്പിച്ചത് പരിച്ഛേദന രക്ഷയ്ക്ക് അനിവാര്യമാണ്. പരിച്ഛേദന രക്ഷയ്ക്ക് അനിവാര്യമാണ് ചിന്ത. ആഡിങ് വർക്ക്സ് ടു സാൽവേഷൻ. രക്ഷയ്ക്ക് പ്രവർത്തികളും കൂടെ വേണമെന്ന് പറയുന്നത് പോലെ അതിന് പൗലോസ് നൽകിയ മറുപടിയാണ് 2:11, 3:11. 2:11 പൗലോസ് പറഞ്ഞ മറുപടി ഇതാണ്,
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം മുരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പറ്റി നിങ്ങൾക്ക് പരിച്ഛേദന ലഭിച്ചു, പക്ഷെ അത് കൈകൊണ്ടല്ല. യഹൂദാചാരത്തിൽപ്പെട്ട 1-ാം നൂറ്റാണ്ട് ദൈവമക്കള് സ്വീകരിച്ച യഥാർത്ഥ പരിച്ഛേദന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. സ്നാനത്തെ കുറിച്ചല്ല പറയുന്നത്. സ്നാനം പരിച്ഛേദനയ്ക്ക് പകരമല്ല. രണ്ട് ആശയമാണ്, രണ്ട് വിഷയമാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ വന്നുള്ള നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദന, ക്രിസ്തു ലോകത്തിൽ തന്നെ വേർപെട്ട് താൻ ദൈവത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതായ പരിച്ഛേദന ചെയ്ത തന്റെ ജീവിതം, ലോകത്തിൽ നിന്ന് വെട്ടിമാറ്റിയ തന്റെ ജീവിതം, തന്റെ ശുശ്രൂഷ, തന്റെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചു. അത് സ്നാനത്തിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹം തന്നെയാണ്, സംശയമില്ല. 3:11 ഇവിടെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അവിടം വരെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ അന്ന് കുറച്ചും കൂടെ കട്ടിയായ ആഹാരം കഴിക്കാൻ പ്രാപ്തരാണ്. ഇപ്പൊ ഓടിക്കേറി ചെന്ന് ആഹാരം കഴിച്ചാൽ ഛർദ്ദിക്കും. അവിടം വരെ ക്ലാസ് മുടങ്ങാതെ പങ്കെടുത്താൽ 3:11 2:11 വരുമ്പോൾ അതുവരെ വളർത്തിയതനുസരിച്ചുള്ള ബലം ആമാശയത്തിന് കിട്ടും, കഴിക്കുന്ന ആഹാരം ദഹിക്കും. 3:11 അതിൽ യവനനും യഹൂദനുമെന്നില്ല, അതായത് പരിജ്ഞാനം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവെന്ന് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും ഒന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ എല്ലാവരും ഒന്നത്ര എന്നോടെ പറയും. പരിച്ഛേദന രക്ഷയ്ക്ക് ആവശ്യമാണെന്ന ചിന്ത യഹൂദ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു സ്വാധീനമായിരുന്നു. മറ്റൊന്ന് സന്യാസ ജീവിതശൈലി, അസെറ്റിസിസം, അതായത് ഹാർഷ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ബോഡി. കുളിക്കില്ല, നഖം വെട്ടില്ല, പല്ല് തേക്കില്ല, ശരീരം തേച്ച് കുളിക്കില്ല, തലയിൽ എണ്ണ തേക്കില്ല, കാലിൽ ചെരുപ്പിടില്ല, മാംസം വേവിക്കില്ല. ഇങ്ങനെയുള്ള ശരീരത്തെ കൈകാര്യം ചെയ്യാതെ സൂക്ഷിക്കണം. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് ശരീരം, അതിനെ സൂക്ഷിക്കണം. അതിനകത്ത് അശുദ്ധി ഉണ്ടെങ്കിൽ ദൈവാത്മാവ് വസിക്കില്ല. ഇവർ സന്യാസ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. ഒരേ വസ്ത്രന്മാരെ ഇട്ടിങ്ങനെ കറുത്ത തുണിയൊക്കെ അടിച്ചുവിട്ടി അല്ലെങ്കിൽ നഗ്നരായി നടക്കുന്ന പോലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. ശരീരത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നതാണ് ദൈവം. ശരീരത്തിലെ മോഹങ്ങളെ നിയന്ത്രിക്കാൻ ദൈവാത്മാവിന്റെ സഹായം ലഭിച്ചവരാണ് ദൈവമക്കൾ. ഇപ്പൊ സന്യാസ ജീവിത ശൈലി, ശരീരത്തെ ഉപേക്ഷിക്കുക, സെൽഫ് ഡിനായൽ, സ്വയം ത്യജിക്കുക, ഇതൊക്കെ അവൻ ആകർഷിക്കപ്പെട്ടു. അതൊക്കെ ദൈവമക്കളുടെ നടുവിലേക്ക് ഈ ഒരു ചിന്താഗതി വരുമ്പോൾ അവർക്ക് കൊള്ളാമല്ലോ. പച്ചക്കറി മാത്രം തിന്നുക, പാല് തിളപ്പിക്കണ്ട, ചെരുപ്പിടണ്ട, നഖം വെട്ടണ്ട, മുടി വെട്ടണ്ട, കുളിക്കണ്ട, എല്ലാത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ തള്ളിക്കളയുക, ശരീരം ഉപേക്ഷിക്കുക. അതിനുള്ള മറുപടിയുണ്ട് 2-ാം അധ്യായം 20 മുതൽ 22 വരെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നതിനെ പോലെ മാനുഷിക കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നതെന്ന് ഒരു പഠിപ്പിച്ചാണ്. തുടരുത്, ഇതൊന്നും ചെയ്യരുത്, പിടിക്കരുത്, കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ച ഭാര്യ ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകരുത്, നിങ്ങൾ ദൈവമക്കളാണ് എന്നുള്ള മാനുഷിക ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത്. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത്രേ. ഇപ്പൊ രക്ഷയ്ക്ക് ഇത് ആവശ്യമില്ലെന്ന് അപ്പോസ്തലൻ വ്യക്തമാണ്. 23-ാം വാക്യം 2-ാം അധ്യായം. അതൊക്കെയും സ്വേച്ഛാരാധന, സ്വയം ആരാധിക്കുകയാണ്, തന്നെ ആരാധിക്കുകയാണ്. തന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കുന്ന പോലെയാണ്. തന്നെയാണ് ബഹുമാനിക്കുന്നത്, തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കണ്ടില്ലേ ഞാൻ ചെയ്തത്? സ്വേച്ഛാരാധനയിലും താഴ്മ. കല്യാണം കണ്ട എന്താ ബ്രദറേ, സുഖമാണോ? വീട്ടിൽ ചെന്നാൽ കാണാം ശരിക്കുള്ള ശബ്ദം. സ്വേച്ഛാരാധനയിലും താഴ്മ, കപടമായ താഴ്മ. ശരീരത്തിന്റെ ഉപേക്ഷ, ശരീരത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം, ശരീരം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. കൃത്യമായി കുളിക്കണം, നഖം വെട്ടണം, മുടിയിൽ എണ്ണ തേക്കണം. ശരീരത്തെ ഉപേക്ഷിക്കുന്നതിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേരിൽ ജ്ഞാനമല്ല, ഇത് അറിവല്ല, അറിവില്ലായ്മയാണ്. ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡത്തെ നിയന്ത്രിച്ച് നിർത്തിയത് കൊണ്ടൊന്നും നീ രക്ഷ പ്രാപിക്കില്ല. രക്ഷ പ്രാപിക്കുന്നതിന് ക്രിസ്തു വേണം. അപ്പൊ അതിനുള്ള മറുപടി കൊടുത്തു. മറ്റൊരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പറയാം. യഹൂദ ഭക്ഷണപാനീയ നിയമങ്ങൾ, ചില ദിവസങ്ങൾ ആചരിക്കുന്ന രീതികൾ, ഇതൊക്കെ യഹൂദ മതത്തിൽ നിന്നുള്ള സ്വാധീനങ്ങളാണ്. അതിനുള്ള മറുപടി 2-ാം അധ്യായം 16-17 വാക്യങ്ങളില് അതുപോലെ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, ഭാവ, സബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനുള്ള നീണ്ടത്ര ദേഹം വന്നു കഴിഞ്ഞ് എന്തിനാ നീലിന്റെ പുറകെ പോകുന്നത്? ഭക്ഷണപാനങ്ങളെ നിയമം യഹൂദന്മാർക്കുള്ളതാണ്. ക്രിസ്ത്യാനികൾക്ക്, ദൈവമക്കൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കരുത്, വെള്ളിയാഴ്ച ഇറച്ചി കഴിക്കരുത്, പക്ഷെ ഇന്ന മലക്കറി കഴിക്കരുത് എന്നൊന്നും ഒരു നിയമവും പുതിയ ക്രിസ്ത്യാനികൾക്കില്ല.
അത് പഴയ കാലത്തുണ്ടായിരുന്നതാണ്. ദൈവത്തിൻ്റെ മക്കൾ വിശുദ്ധരാണ്, മറ്റ് ജാതികളുടെ നടുവിൽ നിന്ന് വേർപെട്ടവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ പുറജാതികളുടെ ഭക്ഷണശൈലിയിൽ നിന്നും വ്യത്യസ്തമായൊരു ഭക്ഷണശൈലി ദൈവം തന്നെ ജനത്തിന് കൊടുത്തു. അതിൽ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല, അവർ വേർപാട് ഉള്ളവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ. ഇതൊന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ തീം എന്ന് പറയുന്നത്. കൊലോസ്യ സഭ ഇടപെട്ട നേരിട്ട പ്രശ്നങ്ങൾ ബഹുമുഖ രൂപത്തിലാണ്. എങ്കിലും അതിലെ പ്രധാന കോർ സത്ത എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള പര്യാപ്തത. ഈ പുസ്തകത്തിന്റെ പ്രമേയം അതാണ്, തീം അതാണ്. ക്രിസ്തുവിലാണോ നീ പൂർണ്ണനാണ്, ക്രിസ്തുവിലാണോ നീ പര്യാപ്തനാണ്, രക്ഷയ്ക്ക് ക്രിസ്തു മതി. ഇതാണ് പുസ്തകത്തിന്റെ തലക്കെട്ട്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഈ സത്യം നിഷേധിക്കുകയാണ് ഈ ദുരുപദേഷ്ടങ്ങളുടെ ഈ ആക്രമണത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് എന്താണ് ആ വിഷയമാണ് ഇതിന്റെ പ്രമേയമായി നൽകപ്പെട്ടത്, ക്രിസ്തുവിലുള്ള പര്യാപ്തത. പൗലോസ് പറയും, നിങ്ങൾ ദൈവത്തെയാണ് തേടുന്നതെങ്കിൽ ഉത്തരം 2:9 അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയുമുണ്ട്. അപ്പോൾ കൊലോസ്യ സഭയോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെയാണ് ജീവിതം കൊണ്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വാ. അവനിൽ ദൈവത്തിന്റെ പരിജ്ഞാനമുണ്ട്, ദൈവത്തിന്റെ സമ്പൂർണതയുണ്ട്. നിങ്ങൾ ജ്ഞാനമാണ് ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ അതും ക്രിസ്തുവിൽ വാ. കാരണം കൊലോസ്യ 2:3 പറഞ്ഞു, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ. ഇതൊക്കെ ജ്ഞാനം വേണം, നിനക്ക് ജ്ഞാനിയാകണം. ഓടി നടന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. വായിക്കാനുള്ള ജ്ഞാനം വേണം, പക്ഷെ നീ ജ്ഞാനിയാകണം. ക്രിസ്തുവിൽ വാ. 2:3 ദൂതന്മാരെ ആരാധിക്കുന്നവരുടെ രീതി, രക്ഷ നൽകി തരാൻ അവർ സഹായിക്കുമെന്ന് കരുതി അവരുടെ ദൈവാത്മാവ് പറയുന്നത് 2:10 ക്രിസ്തുവിൽ വന്ന നീ പൂർണ്ണനാണ്, പിന്നെ നിനക്ക് വേറെ എന്താ വേണ്ടത്? ഒരു ദൂതനും നിന്നെ സഹായിക്കില്ല. കാരണം ക്രിസ്തുവിൽ വന്ന നീ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ക്രിസ്തുവിനല്ലാതെ. സന്യാസമാർഗം ദിവസങ്ങൾ ആചരിക്കുന്നവരുടെ മറുപടി 2:17 നമ്മൾ കണ്ടു. ഇത് വെറും നിഴലാണ്. ദിവസങ്ങളുടെ പുറകെ പോവുക, ഇന്ന ആഹാരം കഴിക്കരുത് കഴിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ നിഴലാണ്. കൊലോസ്യ 11 വാക്യമാണ് താക്കോൽ വാക്യം. ഒരുപക്ഷെ നമുക്ക് പറയാം, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം. ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം. അത് ഒരുപക്ഷെ താക്കോലാണ്. ക്രിസ്തുവാണ് എല്ലാവരിലും, ദൈവമക്കളായ എല്ലാവരിലും. മതിലിലല്ല, ഒരു ഫ്രെയിമിനകത്തല്ല, എല്ലാവരിലും ആണെങ്കിൽ അവൻ നിങ്ങൾക്ക് എല്ലാമാണ്. ഇതാണ് പുസ്തകം പറയുന്നത്. അവൻ ദൈവമാണ് 2:9. അവൻ സൃഷ്ടാവാണ് 1:16. അവൻ രക്ഷകനാണ് 1:20, 2:13-14. രക്ഷകൻ 1:20, 2:13-14. 1:20 പറഞ്ഞത് ഇപ്രകാരമാണ്, അവൻ ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലത്തെ അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം. അവൻ രക്ഷകനാണ്. ഇത് 2:13-14 കാണാം. ഇവിടെ മനോഹരമായിട്ട് പറയും, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജലത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരാനും നിങ്ങളെയും അവൻ അവനോടും കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മാറ്റി കോച്ചിൽ തറച്ച് തടഞ്ഞ് നീക്കിക്കളഞ്ഞു. നമുക്ക് രക്ഷയൊരുക്കിയവനാണ്. 4 അവൻ സഭയുടെ തലയാണ്. അവൻ സഭയുടെ തലയാണ്. കൊലോസ്യ 1:18 ഇവിടെ കൊലോസ്യ പറഞ്ഞു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാണ്. ഈ ലേഖനം ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി പൗലോസിന്റെ കൈകളിലൂടെ നൽകി തരുമ്പോൾ നാം അറിയണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. പൗലോസിന്റെ വരട്ടി പറയുന്ന പോലെ, അവൻ സകലത്തിന് മുമ്പനാണെന്ന് നിങ്ങൾ അറിയണം. ക്രൈസ്റ്റ് ഹാസ് കം ടു ഹാവ് ഫസ്റ്റ് പ്ലേസ് ഇൻ എവരിതിങ്. മുൻസ്ഥാനം ക്രിസ്തുവിനായിരിക്കണം. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പ്ലേസ് ക്രിസ്തുവിന് കൊടുക്കണം. ക്രിസ്തുവിന്റെ വചനത്തിന് കൊടുക്കണം. ക്രിസ്തു പറയുന്നത് കേൾക്കണം. ഇതാണ് ലേഖനം തരുന്നതിന്റെ ഉദ്ദേശം. നമുക്ക് ഈ പുസ്തകത്തിലേക്ക് അല്പം വീണ്ടും സമയം ഉപയോഗിച്ച് 15 മിനിറ്റ് സമയം പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം, ദൈവേഷ്ടത. ആമുഖ പഠനം ഇവിടെ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. തീർന്നതുകൊണ്ടല്ല, ഇത്രയും പഠിച്ചാൽ മതി പുസ്തകത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവേഷ്ടത. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊലോസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നു. കൊലോസ്യർ 1-ാം അധ്യായം 1-ാം വാക്യം. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലൻ എന്ന പ്രയോഗമാണ്. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലൻ.
യേശു എന്നതിനുള്ള യവന പദം നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു. അവസാനം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുകയാണ്. യേശു എന്നതിനുള്ള യവന വാക്ക് ഈസൗസ് എന്നാണ്. ഈസൗസ്. അതിന് തത്തുല്യമായ എബ്രായ വാക്ക് യഹോശുവ എന്നാണ്. യേശു എന്നുള്ള യവന പദം ഈസൗസ്. അത് എഴുതിയാലും ഉച്ചരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് വാക്ക് നമ്മൾ ഉച്ചരിക്കുന്ന പോലെ അല്ല ഉച്ചരിക്കാറ്. അതുകൊണ്ട് ഇത് മലയാളം എത്രമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഈസൗസ്. അതിന്റെ തത്തുല്യമായ എബ്രായ വാക്ക് യഹോശുവ. ഇത് രണ്ട് വാക്കുകളുടെ സംയുക്ത പദമാണ്. യാ പ്ലസ് ഹോശുവ. യാ എന്ന് പറഞ്ഞാൽ YEH പ്ലസ് OSHUA, ഹോശുവ. അത് ജോഷുവ എന്ന് പറഞ്ഞാലും അതിന് തത്തുല്യമാണ്. പുറപ്പാട് 17:9 യോശുവയെ കുറിച്ച് നമുക്ക് കാണാം. വാക്കിന്റെ അർത്ഥം യഹോശുവ, ജോഷുവ ഇതൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷ ആകുന്നു, ദൈവം രക്ഷിക്കുന്നു, രക്ഷ. ഇതാണ് ദൈവത്തിന്റെ ഉന്നതമായ പദ്ധതി, രക്ഷ. നിങ്ങളുടെ രക്ഷയാണ് നിങ്ങൾ ഈ വചനം പഠിക്കാൻ വൈകുന്നേരം സമയം വേർതിരിച്ചതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ട ആഗ്രഹം. ശാരപ്പെട്ടൊന്നും രക്ഷപ്പെട്ടൊന്നും വിചാരിക്കരുത്. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. കർത്താവിന്റെ സഭയിൽ തന്നെ അവസാനത്തോളം വിശ്വസ്തനായിരിക്കണം. എങ്കിലും ദൈവം കൊണ്ടുപോകൂ. വഴി കൂടെ ഇങ്ങനെ തൻ്റെ മണവാട്ടി പരന്ന് നടപ്പില്ല. തൻ്റെ മണവാട്ടിയ സഭ, അതിൽ വിളക്കുകളോട് ജീവിക്കുന്ന ചെറിയ ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഉപദേശപ്രകാരം ജീവിതം കൃത്യമായി സൂക്ഷിക്കുന്നവർ. ഇപ്പൊ കർത്താവ് എന്ന രക്ഷിക്കാണ്. യഹോവ രക്ഷിക്കുന്നു. യഹോവ എന്നതിന്റെ ചുരുക്ക രൂപമാണ് യാഹ്, യഹ് എന്നൊക്കെ പറയുന്നത്. യഹോവ എന്നതിന്റെ ചുരുക്ക രൂപം. യഹൂദന്മാർ ഒരിക്കലും പേര് ഉച്ചരിക്കില്ല. കർത്താവ് ലോഡ് എന്ന ക്യാപിറ്റൽ ലെറ്റർ ഇംഗ്ലീഷിലെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അധികം സങ്കീർണം ബുദ്ധിമുട്ടില്ല. ഈ നാമത്തിലാണ് ഇസ്രായേലിനെ തന്നെ വെളിപ്പെടുത്തിയത്. ഇസ്രായേലിനെ തന്നെ വെളിപ്പെടുത്തിയ യഹോവ എന്ന പേരിലാണ്. മത്തായി 1:21 ദൈവദൂതൻ യോസേഫിനോട് പറഞ്ഞു, ലോകത്തിലെ മനുഷ്യർ പറയുന്ന ദുരുപദേഷ്ടങ്ങൾ പറയുന്നത് കേട്ടിട്ട് കുത്തിക്കുറിച്ചതായ സ്ലേറ്റിന്റെ അകത്ത് ഇത് പഠിക്കാൻ ശ്രമിക്കരുത്. ബൈബിൾ പഠിക്കുന്നത് കണ്ട ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാ ദുരുപദേശങ്ങളും കാണാനും കേൾക്കാനും കുത്തിയിരുന്നിട്ട് ബൈബിൾ വായിക്കാൻ ശ്രമിക്കരുത്. ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനം ഉണ്ടാവില്ല. ജ്ഞാനം സഭയിലൂടെയാണ്. അല്ലാതെ ബൈബിളിന്റെ പേരിൽ നടക്കുന്ന എല്ലാ കോലാഹലങ്ങൾക്കും ചെവി കൊടുത്തിട്ട് എല്ലാ ചപ്പും ചവറും ഉള്ളി സ്വീകരിച്ചിട്ട് കേൾക്കുന്ന ഉടനെ ഉള്ളിൽ നിന്ന് വിമർശനമുണ്ടാകും. അവർക്ക് ബൈബിൾ പഠിക്കാൻ പറ്റില്ല. ഇവിടെ ഹൃദയ മനസ്സ് നിർമ്മലമാകില്ല. ഇവിടെ നമ്മൾ സമർപ്പിക്കണം. ദൈവനെ വായിക്കണം, ശരിക്കും വായിക്കണം. സഭയിലൂടെ നൽകുന്ന പരിജ്ഞാനം പ്രാപിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ മത്തായി 1:21 അവനൊരു മകനെ പ്രസവിക്കുക, അവൻ തന്റെ ജനതയുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. ഇവൻ യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷിക്കാൻ വന്നവനാണ്. യേശു എന്ന് പേരിടണം. യേശു എന്ന പേര് വളരെ ഉചിതമാണ്. കാരണം യേശു രക്ഷിക്കാൻ വന്നവനാണ്. ദൈവമാണ് രക്ഷിക്കുന്നത്. യേശു ദൈവമാണ്. ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ പറ്റൂ. വേറെ ആർക്കും പാപം മോചിക്കാൻ പറ്റില്ല. ഒരു ലോകയിട്ട് ഒരാൾക്ക് പാപം മോചിക്കാൻ പറ്റില്ല. ഒരു സുഹൃത്തിന് സഹോദരന് പാപം മോചിക്കാൻ പറ്റില്ല. ക്ഷമിച്ചു തരാം, പാപം മോചിക്കാൻ പറ്റില്ല. അപ്പോസ്തലരുടെ പുസ്തകം 4:10 സ്വർഗത്തിന് കഴിയും ഭൂമിയിലെ മനുഷ്യർക്ക് നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. എന്തിന്? രക്ഷിക്കപ്പെടാൻ. മറ്റൊരു നാമം, മറ്റൊരു അധികാരമില്ല. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ അവസാനം പറഞ്ഞ ക്രിസ്തു എന്നത് തലക്കെട്ടാണ്, അതൊരു ടൈറ്റിലാണ്. ക്രിസ്റ്റോസ് അതൊരു തലക്കെട്ടാണ് എന്ന് പറഞ്ഞാൽ അഭിഷേകം ലഭിച്ചവനാണ്. ഒരു തത്തുല്യമായ എബ്രായ വാക്ക് മശിഹ എന്നുള്ളതാണ്. അനോയിന്റഡ്, അഭിഷിക്തം പ്രാപിച്ചു. ഇപ്പം ക്രിസ്തുവെന്നും മശിഹ എന്നും പറയുന്നത് തലക്കെട്ടുകൾ, ടൈറ്റിലാണ്, പേരല്ല. ക്രിസ്തോസ്, മശിഹ എന്നത് ടൈറ്റിലാണ്, പേരുകളല്ല. പഴയ നിയമകാലങ്ങളിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തിരുന്നു. പുറപ്പാട് പുസ്തകം 28:4. അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യത്തിനായി ഒരാളെ വേർതിരിച്ച് അയാളെ അതിനായിട്ട് നിയോഗിക്കുന്നതിന്റെ സൂചനയായിട്ട് കൊമ്പുകളിൽ തൈലമെടുത്ത് അഭിഷേകം ചെയ്യുമായിരുന്നു. അത് 3 കൂട്ടരെയാണ് പ്രധാനമായിട്ടും. ആദ്യം പുരോഹിതന്മാർ, പുറപ്പാട് 28:4. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, എഫോ, നീളക്കുപ്പായ, ചിത്തത്തൈയുള്ള നീലയെങ്കിൽ മുടി, നടുക്കെട്ട് എന്നിവ തന്നെ നിന്റെ സഹോദരനെ അഹ്റോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവർ അവന്റെ പുരോഹിതന്മാർക്ക് വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ കാണാൻ സാധിക്കും. അവനെ അഭിഷേകം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവിടെ പ്രത്യേകിച്ച് അതിന്റെ 28:41 വാക്യം വായിക്കുമ്പോൾ പുറപ്പാട് 28 അവൻ നിന്റെ സഹോദരനെ അഹ്റോനെയും അവന്റെ പുത്രന്മാരെ ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിതത്വം ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അഭിഷേകം
രണ്ടാമത്തെ കൂട്ടർ രാജാക്കന്മാർ. 1 ശമൂവേൽ 15-ാം അധ്യായം 1-ാം വാക്യം. 1 ശമൂവേൽ 15-ന്റെ 1-ാമത്തെ വാക്യം. അവിടെ ദൈവാത്മാവ് ഇപ്രകാരം പറയും. 1 ശമൂവേൽ 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അഭിഷേകം എന്ന വിഷയമാണ് ചിന്തിക്കാൻ. അതിന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞത് എന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. 3-ാമത്തെ കൂട്ടർ പ്രവാചകന്മാർ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. 1 രാജാക്കന്മാർ 19-16. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരും അഭിഷേകം പ്രാപിച്ചവരാണ്. അവർക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ദൈവമക്കൾ ഒരു വിധത്തിൽ ജ്ഞാനത്താൽ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ച ഉപദേശം, ഒരു അഭിഷേകം നിങ്ങൾ പ്രാപിച്ചെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന അർത്ഥം അതാണ്. പുതിയ ഉപദേശം, സ്വർഗീയ സത്യം നൽകപ്പെട്ടിരിക്കുകയാണ് നമുക്ക്. നമ്മൾ മറ്റോട് വിളിച്ചു പറയാനുള്ളവരാണ്. അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 1 രാജാക്കന്മാർ 19-ന്റെ 16-ാം വാക്യം. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, നിംസിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ഇപ്പൊ രാജാക്കന്മാർ അഭിഷേകം ചെയ്യും. ശ്രദ്ധിക്കുക, ഈ 3 ശുശ്രൂഷകളും ക്രിസ്തുവിന്റെ ശുശ്രൂഷകളാണ്. ഏതൊക്കെ ശുശ്രൂഷകൾ? പുരോഹിതൻ, രാജാവ്, പ്രവാചകൻ. ഇത് 3 ക്രിസ്തു നിറവേറ്റിയ ശുശ്രൂഷകളാണ്. മത്തായി 13:57. ഓരോ ശുശ്രൂഷകളും കണ്ടെത്തുക. മത്തായി 13:57. അവിടെ പറയുന്ന ഇപ്രകാരമാണ്. മാത്യു 13:57. യേശു അവരോട്, ഒരു പ്രവാചകൻ തന്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു. സ്വന്തം നഗരത്തിലും സ്വന്തം ഭവനത്തിലും പ്രവാചകൻ മാനിക്കപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് മാനിക്കപ്പെട്ടെന്ന് വരും. മത്തായി 10:57 യേശു പ്രവാചകൻ എന്ന് കാണിച്ച്. യോഹന്നാൻ 18:37. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യം. അവിടെ പറയുന്ന ഇപ്രകാരമാണ്. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെ. യേശു രാജാവ് എന്നുള്ള എൻ്റെ വാക്യം. പക്ഷേ യേശു നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രാജാവല്ല ഞാൻ. പക്ഷെ ഞാൻ രാജാവാണ്. ഭൂമിയിലുള്ള മറ്റേത് രാജ്യത്തെക്കാളും വലിയൊരു രാജ്യമാണ് എൻ്റെ സാമ്രാജ്യം. ഞാൻ അവിടുത്തെ രാജാവാണ്, ഹൃദയങ്ങളുടെ രാജാവാണ്. ഞാൻ വാഴുന്ന ഹൃദയത്തെയാണ്. 3 എബ്രായർ 3:1. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവിടെ പറയുന്ന പ്രകാരമാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേ. യേശു പുരോഹിതന്മാരുടെ പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്. എബ്രായർ 3:1. ഇപ്പൊ 3 ശുശ്രൂഷകളും കർത്താവ് യേശുവിൻ്റെതാണ്. ലൂക്കോസ് 4:18 ഈ ശുശ്രൂഷകൾക്കാണ് ദൈവനെ അഭിഷേകം ചെയ്തുവെന്ന് ലൂക്കോസ് 4:18 പ്രകാരം കാണുന്നത്. അവിടെ പറയുമ്പോൾ പഴയ യെശയ്യാ-പ്രവാചകന്റെ പുസ്തകത്തിൽ വാക്യം വായിച്ചുകൊണ്ട് പുസ്തകം വിടർത്തിക്കൊണ്ട് പറയും, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാണ്. ലൂക്കോസ് 4:18. യേശുവിന്റെ ഭരണവും രാജാവ്, പൗരോഹിത്യ ശുശ്രൂഷയും ഭൂമിയിൽ നിന്നുള്ളതല്ല, സ്വർഗത്തിൽ നിന്നുള്ളതാണ്. യേശുവിന്റെ ഭരണവും പൗരോഹിത്യ ശുശ്രൂഷയും സ്വർഗീയമാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്. എബ്രായ ലേഖനം 8-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ല. പുരോഹിതൻ വരേണ്ടത് ഏത് ഗോത്രത്തിൽ നിന്നാണ്? ലേവ്യ ഗോത്രത്തിൽ നിന്നാണ്. രാജാക്കന്മാർ യഹൂദ ഗോത്രത്തിലാണ്. യേശു വന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. ഭൂമിയിലാണെങ്കിൽ യേശു പുരോഹിതനാകില്ലായിരുന്നു. അവിടെ വ്യക്തമായി പറഞ്ഞു. യേശുവിന്റെ പൗരോഹിത്യം സ്വർഗീയമാണ്. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് പുരോഹിത ശുശ്രൂഷ യേശു നിറവേറ്റുകയാണ്. എബ്രായർ 8:1 സ്വർഗത്തിന്റെ വലതുഭാഗം, ഉന്നതങ്ങളിൽ പിതാവിന്റെ വലതുഭാഗത്ത്, വലതും ഇടതുമില്ല ദൈവത്തിന് പ്രധാനപ്പെട്ട സ്ഥലത്ത്. എബ്രായർ 8:1. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യരെല്ലാം കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകരായ മഹാപുരോഹിതന് നമുക്കുണ്ട്. യേശു ഇരിക്കുന്ന സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്താണ് പുരോഹിതനായിട്ടിരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് സകലത്തിന്മേലും വാഴുകയാണ്. യേശു അവിടെ ഇരിക്കുന്നത് വെറുതെ ഇങ്ങനെ കാഴ്ച കാണാനില്ല, അവിടെ നിന്ന് വാഴുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാം. ദൈവാത്മാവ് പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും, പിതാവ് ക്രിസ്തുവിനെ വ്യാപരിച്ച് അവനെ ക്രിസ്തുവിനുള്ള മുകളിലോട്ട് കയറിപ്പോകാം. അവരെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള സകലത്തിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും പിതാവ് തന്നെ ഇരുത്തിയ സ്ഥാനം എല്ലാറ്റിനും മീതെ
എല്ലാ അധികാരത്തിനും കർത്തൃത്വത്തിനും നാമത്തിനും വാഴ്ചകൾക്കും മീതെ കൊണ്ടിരിക്കും. കാരണം താൻ അത്രയും താഴേക്ക് വന്നു. ഒരു മനുഷ്യൻ നാം എത്രത്തോളം താഴേക്ക് വരാൻ തയ്യാറാകുമോ ദൈവം നമ്മൾ അത്രയും ഉയർത്തും. 1 പത്രോസ് 1:22 ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, 1 Peter 3:22 അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ പറഞ്ഞത് ഇപ്രകാരമാണ്: അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരികളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. യേശു എവിടെ ഇരിക്കുന്നത് എപ്പോഴും കാണണം. മതിലിൽ ആണിയിൽ തൂങ്ങി കിടക്കുന്നവനല്ല യേശു. ഒരിക്കൽ നമ്മൾ യേശുവിനെ അങ്ങനെ തൂക്കിയിട്ടു, പക്ഷെ എന്നിട്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്കിട്ട് സ്വർഗത്ത് വലത് ഭാഗത്ത്. ഇത് സക്കറിയ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ സക്കറിയ പ്രവാചകൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്. സക്കറിയ പഴയമത്തിലെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം പറഞ്ഞത്, അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും, ഇരുവർക്ക് തമ്മിൽ സമാധാനം. പുരോഹിതനുമാണ്, രാജാവുമാണ്. ഒരു വ്യക്തി പഴിമാനത്തിൽ നടക്കില്ല. ഒരു രാജാവ് കൈനീട്ടിയപ്പോൾ നമുക്കറിയാം, കൈനീട്ടിയ രാജാവിനെ ഇഷ്ടപ്പെടിച്ചു. ശുശ്രൂഷ ചെയ്യാൻ, യാഗം കഴിക്കാൻ രാജാക്കന്മാർക്ക് നിയോഗമില്ല. ഇത് പുരോഹിതന്മാർക്കുള്ളതാണ്. ഏൽപ്പിച്ച ജോലി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇവിടെ കർത്താവ് യേശു പുരോഹിതനുമാണ്, രാജാവാണെന്ന് സക്കറിയ 6:13. തൻ്റെ ഭരണവും പൗരോഹിത്യ ശുശ്രൂഷയും അത് പിതാവ് ഏൽപ്പിച്ചതാണ്. പിതാവ് ഏൽപ്പിച്ച ശുശ്രൂഷകളാണ് തൻ്റെ രാജകീയ ഭരണം, പൗരോഹിത്യ ശുശ്രൂഷ. ജനങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുക. ഇവ തൻ്റെ 2ാം വരവ് വരെ തുടരും. യേശുവിൻ്റെ 2ാം വരവ് വരെ തുടരും. അന്ന് എന്ത് ചെയ്യും? ഭരണം പിതാവിന് കൈമാറും. 1 Corinthians 15:22 മുതൽ 28 വാക്കുകൾ എഴുതിയിടുക. 1 Corinthians 15:22 മുതൽ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ദൈവമൊക്കെ കൃത്യമായ ബോധ്യം വേണം. ആരെങ്കിലും 2ാം വരവ് ഇങ്ങനെയാണ്, ക്രിസ്തു 2ാം വരുമ്പോൾ ഒലിയുടെ മലയുടെ ചവിട്ടുന്നൊക്കെ പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്, ദുരുപദേശമാണ്. അതിൽ നിന്ന് പുറകെ വീഴരുത്. സത്യം പഠിച്ചവർ അതൊന്നും കേൾക്കാൻ പോലും ഇരിക്കില്ല. 1 Corinthians 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 28 വ്യക്തമായിട്ട് പറയും, കർത്താവ് വരുന്നത് വരെയാണ് ഈ ശുശ്രൂഷകൾ. വരുമ്പോൾ എന്ത് ചെയ്യുമാണ്? 24-ാം വാക്യം, അന്ന് എല്ലാ വാർഷിക അധികാരത്തിനും ശക്തിക്ക് നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെ കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാണ്. ഇപ്പൊ യേശു വാഴുകയാണ്. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ കാൽക്കീഴാക്കി ഇരിക്കുന്നു എന്ന് ഉണ്ടല്ലോ, സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെ കീഴാക്കി കൊടുത്ത പിതാവായ ദൈവം ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തന്നെ കീഴ്പ്പെടുത്തി കൊടുത്തവർ കീഴ്പ്പെടുത്തി. പുത്രൻ എന്ന് പറയുന്ന ആ നിയോഗം അവസാനിക്കുകയാണ്. മനുഷ്യരുള്ളിടത്തോളം കാലമേ ഉള്ളത്. മനുഷ്യൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു നാമവും തലക്കെട്ടി ആ ടൈറ്റിൽ പൗലോസ് എഴുത്തുകളിൽ 79 തവണ കാണും. പൗലോസിൻ്റെ എഴുത്തുകളിൽ യേശു ക്രിസ്തു എന്ന നാമം തലക്കെട്ട് ടൈറ്റിൽ പൗലോസിൻ്റെ എഴുത്ത് 79 തവണ കാണും. ഇത് തിരിച്ച് ക്രിസ്തു യേശു എന്ന് 90 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. 79 തവണ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അത് രക്ഷകൻ എന്ന ദൗത്യത്തിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ രക്ഷാ ദൗത്യത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട്. അത് ക്രിസ്തു യേശു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഭരണത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ടാണ് 90 തവണ പൗലോസ് ഇങ്ങനെ ഉപയോഗിച്ചത്. എംഫസിസ് അവിടെ ക്രൈസ്റ്റ്, തൻ്റെ റൂളർ, ഭരിക്കുന്നവൻ എന്നുള്ള അധികാരത്തിലാണ് ക്രിസ്തു യേശു. മറ്റേ യേശു ക്രിസ്തു രക്ഷിക്കുന്നവൻ എന്നതിന് മുഖ്യചിന്ത കൊടുത്തുകൊണ്ട് 79 തവണ യേശു ക്രിസ്തു എന്ന തലക്കെട്ട് ഉപയോഗിച്ചുവെങ്കിൽ ക്രിസ്തു യേശു എന്നുള്ളത് 90 തവണ ഉപയോഗിച്ചിരിക്കുന്നത്. അത് യേശുവിൻ്റെ ദൗത്യത്തെ, ആ ഭരണത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഇപ്പോൾ നാം ഇന്ന് കേട്ടത് ക്രിസ്തുവിൽ മതിയായവരാണ്. കർത്താവിൻ്റെ സഭയാണ് ആ പൂർണ്ണത. എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമേ സഭ. ഇത് മതിയായില്ലെങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളിടത്ത് വയ്ക്കും, പക്ഷെ നിങ്ങൾ പൂർണ്ണരല്ല. നിങ്ങൾക്കൊരു കഷ്ടമായി. അത് ഒരിക്കലും ദൈവമക്കൾക്ക് ഇടവരട്ടെ. കർത്താവിൻ്റെ സഭയെ കണ്ടെത്തുവാൻ അതിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരും ഭൂമിയിലില്ല. ദരിദ്രരായിരിക്കും, വിദ്യാഭ്യാസമില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ആത്മീകമായി സമ്പന്നരാണ്. നിങ്ങളെ അനുഗ്രഹിക്കും.